അയ്യോ എന്റെ പൊന്നു സൂത്രമേ, ഒരു കാര്യം പറയാം. എടി, ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറയുമ്പോൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റിലേക്ക് ജീവിച്ചു പോകണം. എടി, ഞാൻ ഒരു പെണ്ണിനെ വീഡിയോ കോള് നട്ടപ്പാതിരാത്രിക്ക് അറിയാതെ വിളിച്ചു. നീ അത് നിന്റെ വൃത്തികെട്ട നാക്കുകൊണ്ട് ആ നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് എന്റെ നിലവില കളഞ്ഞില്ലേ? ഇത് നിന്റെ ആങ്ങളയുടെ വീട്ടിലിന്റെ സൈഡിൽ വന്ന് നിൽക്കുകയാണ്. അവിടെ നാളെ അവന്റെ പെണ്ണ് കാണാൻ ചടങ്ങ് നടക്കുകയാണ്. ഞാനൊരു പെണ്ണിനെ വീഡിയോ കോൾ വിളിച്ചെന്ന് അവിടെ പറഞ്ഞ് എന്റെ വിലയെ നില നീ കളഞ്ഞ അറിയാലോ എന്റെ സ്വഭാവം. എടി, ഞാൻ വിളിച്ചു പോയി, പക്ഷെ നിന്നെ ഉണർത്താതെ മിണ്ടാതെ പോയല്ലടി ഹാളിൽ ചെന്നിരുന്ന് ഞാൻ വിളിച്ചത്. അവസാനം ബാക്കിൽ നിന്ന് വന്ന് ഒളിഞ്ഞു നോക്കിയതാണ് നീ ചെയ്ത തെറ്റ്. എടി, ഇത്ര നേരം പറഞ്ഞിട്ട് നീ എന്തോ അടി എന്തെങ്കിലും ഒന്ന് മിണ്ട്, അല്ലെങ്കിൽ രണ്ട് തെറിയെങ്കിലും വിളി എന്നെ. അയ്യോ അയ്യോ, ആര്, എങ്ങനെ, എപ്പോ, എവിടെ വെച്ചത്, എന്തോന്നത്? എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കേട്ടാ. നീ ആര്? സുധർമ്മ. അയ്യോ, സുധർമ്മ എന്റെ ഭാര്യ. നീ ആരെന്നാണ് ഞാൻ ചോദിച്ചത്? ട്രെയിനിന്റെ മൂലക്ക് ഒറ്റക്ക് മാറിക്കിടന്ന് ചുരുണ്ടോടി കിടന്നുറങ്ങിയ ചെന്ന നട്ടപ്പാതിരാക്കി റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചിറക്കിട്ട് ഇപ്പൊ ചോദിക്കണം ഞാൻ ആരാന്നാ. എന്താ ചേട്ടാ? അയ്യോ, അപ്പൊ പാതിരാത്രിക്ക് പിടിച്ചിറക്കിയ ആള് മാറിപ്പോയി. എന്റെ സുധർമ്മ. അയ്യോ, ട്രെയിൻ അങ്ങോട്ടേ പോയത്. എന്റെ സുധർമ്മ പോയി, എന്റെ സുധർമ്മ പോയി, എന്റെ സുധർമ്മ. എന്റെ ഞാൻ തരാം. എന്തോന്ന്? എന്റെ ബാഗിലുണ്ട് സുറുമയല്ലേ. ഒരാടി അടിക്കാൻ റെയിൽവേ പാളത്തിനകത്ത് എടുത്തിട്ട് എന്റെ സുധർമ്മ പോയി. എന്റെ പൊന്നു വെച്ചേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആരെങ്കിലും പാതിരാത്രി കൈ പിടിച്ചു കഴിഞ്ഞാൽ ചാടി ഇറങ്ങി കിണിച്ചോണ്ടെങ്കിൽ ഇറങ്ങി വരികയാണോ ചെയ്യേണ്ടത്? അയ്യടെ മനമേ, എനിക്കൊരു ജീവിതം കിട്ടിയ ചേട്ടൻ എന്താ പുളിക്കോ? പുളിക്കുവെന്നാ ഒരു ചോദ്യോടെ ഇതൊക്കെ? അത് ചേട്ടൻ എന്നെ കുറിച്ച് അറിയാൻ പാടാണ്ടാണ്. എന്നെ നോക്കി ആര് ചിരിച്ചാലും ഞാൻ അവരുടെ കൂടെ അപ്പൊ തന്നെ അങ്ങോട്ട് പോകും. എന്നെ നോക്കി ആര് ചിരിച്ചാലല്ലേ ഞാൻ അവരുടെ കൂടെ അപ്പൊ തന്നെ ഇറങ്ങി അങ്ങോട്ട് പോകും. സത്യം? ഇതിനു മുമ്പ് പലയിടത്തും പോയിട്ടുണ്ടോ ഇങ്ങനെ ഇറങ്ങി? ഞങ്ങളുടെ നാട്ടിലെല്ലാം അടിപൊളി കിടുക്കൻ ചെക്കന്മാരെ നോക്കി ചിരിച്ചിട്ടില്ലേ? ഞാൻ അവന്മാരുടെ കൂടെ ഒക്കെ പോയി. പക്ഷെ ബസ് സ്റ്റോപ്പ് എത്തുമ്പോഴത്തേക്ക് അച്ചയമ്മച്ചും പിടിച്ച് വീട്ടിലോട്ടുണ്ട്. ഇതിപ്പോ ഫസ്റ്റ് നൈറ്റ് ആണ്. ആദ്യമായിട്ടാണ് രാത്രിയിൽ ഇത്രയും ദൂരം. ഫസ്റ്റ് ടൈം എന്ന് പറ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ എപ്പോഴെങ്കിലും നിന്നെ നോക്കി ചിരിച്ചാ? ചേട്ടനല്ലേ ഉച്ചക്ക് ചോറിനുമ്പോഴും വൈകുന്നേരം ചായ കുടിക്കുമ്പോഴും ഞാൻ അതിൽ കൈ കഴുകാൻ പോയപ്പോഴും എന്നെ നോക്കി ചിരിച്ചത്. എന്റെ പൊന്നു വെച്ചാൽ ട്രെയിനിൽ കൂടെ യാത്ര ചെയ്യണ വരെ നമ്മൾ നോക്കി ചിരിക്കൂലേ വെറുതെ? നീ ആ അർത്ഥത്തിൽ എടുത്താ? ചേട്ടന് സംശയമുണ്ടാ? സംശയമുണ്ട്. ചേട്ടനെന്ന് എന്നെ നോക്കി ചിരിച്ചേ. നമുക്കൊരു ജീവിതം തുടങ്ങാം. നമുക്കൊരു ജീവിതം തുടങ്ങാം. ജീവിതം തുടങ്ങാൻ ഇത് ഒന്നാമത് എന്റെ ഭാര്യയുടെ സ്ഥലമാണ്. ഇത് അറിയാമോ? എന്റെ ദൈവം, ഇത്രയും കാശുള്ള ചേച്ചിയാണ് നിങ്ങൾ കിട്ടിയ ഈ റെയിൽവേ സ്റ്റേഷൻ ചേച്ചിയാണ്. റെയിൽവേ സ്റ്റേഷൻ ചേച്ചിയുടെ വകയെന്നല്ല, ഇവിടുന്ന് 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എന്റെ ഭാര്യയുടെ സ്ഥലമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് എങ്ങനെ വന്നത്? നമ്മള് ട്രെയിനിലല്ലേ വന്നത്? അതല്ല ഞാൻ ചോദിച്ചത്, ഈ അസുഖം എങ്ങനെ വന്നത്? അത് ഞങ്ങളുടെ അവിടെ ഒരു ബിജു മോനെ കൂടെ എന്റെ കല്യാണം ഉറപ്പിച്ച് അച്ഛനോട് ചെടി നിനക്ക് കല്യാണം വേണോ വേണ്ടേന്ന് വെച്ചാൽ ഞാൻ വേണ്ടോ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഇയർ ബാലൻസ് പോയിട്ട് തല പോയി മധുരട്ട് അടിച്ച് അവിടെ അങ്ങോട്ട് വീണ്. അതാണ് ഈ കിളി പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ചിരിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി പോകൂലല്ല. ഓ, എന്റെ പെണ്ണുമ്പിള്ളയെ ഒന്ന് വിളിക്കട്ടെ ഞാൻ. അയ്യോ, എവിടെ ചെന്ന് കെട്ടിയാന്തോ. വെല്ലടിക്കണം. അയ്യോ, ആ ചേച്ചി ഫോണാ. ഹലോ ചക്കരെ, എന്തെടുക്കള്ള മുത്തേ, എന്ത് പൊന്നെ? എടാ, നിന്റെ ചേട്ടനൊരു അബദ്ധം പറ്റിയടാ. എന്ത് പറ്റി പൊന്നെ? നിന്റെ അടുത്തിരുന്നില്ലേ നിന്നെ പോലെ നീല ചുരിദാറിട്ടൊരു പെണ്ണ്? മഞ്ജു വാര്യനെ പൊരിക്കണ പെങ്കൊച്ചല്ലേ? രാത്രിയെ ചേട്ടാ അവളെ കൈയും പിടിച്ച് നീയാണെന്ന് പറഞ്ഞു ഇവിടെ സ്റ്റേഷനിൽ ഇറങ്ങി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യുമ്പത്തേ, എന്തായാലും അവളിട്ട് അങ്ങോട്ട് പോണല്ലേ, നിങ്ങൾ അങ്ങോട്ട് ഒന്നിച്ച് ജീവിക്കുന്നു. നീ സീരിയസ് ആയിട്ടാണ് അതാ തമാശക്കാണ് പറയണത്? ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞ കള്ള. ഞാൻ സ്റ്റേഷൻ മാസ്റ്റർ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഈ ഗ്യാപ്പിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞ് ചിരിച്ചു കഴിഞ്ഞാൽ അവന്റെ കൂടെ ഇറങ്ങി അങ്ങ് പൊക്കോണം. എന്റെ തലേന്നൊന്ന് ഊരി തരണേ മച്ചാ. ഇതൊക്കെ ആരടാ ഈ വാക്കൊക്കെ കണ്ടുപിടിച്ച? വാക്കുകളുടെ നാക്ക് പിണഞ്ഞു പോവല്ലേ. ദൈവമേ, എന്റെ അളിയനും പെങ്ങളും വന്ന ട്രെയിൻ പോയോ? ഇനി വരുമോ? ആരെടുത്ത് ചോദിക്കും? ഹായ് ഹായ് ചേട്ടാ, അതെ, ഒറ്റപ്പാലത്തിൽ കൂടെ ട്രെയിൻ പോയായിരുന്ന? എന്റെ കൊച്ചേ, ഇതുവരെ ഒരു ട്രെയിനും ഒറ്റ പാളത്തിൽ കൂടെ പോയിട്ടില്ല. 2 പാളത്തിൽ കൂടെ മാത്രമേ ട്രെയിൻ പോകൂ. അല്ലെങ്കിൽ ഓർത്ത് നോക്കിയാണ്, ഇത് പട്ടിയൊക്കെ മുള്ളാൻ നിൽക്കുന്ന പോലെ ഇങ്ങനെല്ലാം ട്രെയിനും പോണ്ടേ. ഒറ്റപ്പാളം ഭയങ്കര കോമഡിയാണ്. നല്ലപോലെ ചിരിച്ചിരുന്നുണ്ടല്ലേ കൊച്ചി? ചിരിച്ചേക്കാം. സഗമഗ 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 സാ
എവിടുന്ന് വന്നത്? ആ കൈവല്ലം മുറിഞ്ഞ എന്തേ എന്ത് വെച്ചാൽ ആന്ന് പറയുന്നത്? എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞതാ. അറിഞ്ഞൂടാന്ന് പറഞ്ഞാണ്, അങ്ങനെ പറഞ്ഞാണ്. അപ്പൊ ഇവിടെ ആദ്യമായിട്ടാണോ? ആദ്യമായിട്ട്. അപ്പൊ ടൂറിസ്റ്റ്. ഇവിടെ ആര് വന്നാലും ഞാനാണ് പല സ്ഥലങ്ങളും കൊണ്ട് കാണിക്കണത്. അപ്പൊ നേരം വെളുക്കുമ്പോ തന്നെ ഇവിടെ ഒരു വാട്ടർ തീം പാർക്ക് ഉണ്ട്. നമ്മൾ അവിടെ പോകുന്നു, കുട്ടി അവിടെ കയറി കുളിക്കുന്നു. അയ്യോ, അപ്പൊ നമ്മുടെ തുണിയൊക്കെ നനയൂലേ? പേടിക്കണ്ട, എന്റെ ആട്ട കിടക്കുമല്ലേ, ടാർപ്പ താത്തിട്ട് ഞാൻ അവിടുന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യാം. രണ്ടുപേർക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാ? നമുക്ക് രണ്ടുപേർക്കും ഡ്രസ് ചേഞ്ച് ഉള്ള സ്ഥലമുണ്ട്. നമുക്ക് എനിക്കും എന്റെ കെട്ടിയോനും. അമ്മ കെട്ടിയോ ഉണ്ടായിരുന്ന? അപ്പൊ ട്രിപ്പിന് ചെറിയ ഒരു ചേഞ്ച്. ഇവിടെ അപ്പുറത്തൊരു ഹനുമാൻ ക്ഷേത്രം ഉണ്ട്, അവിടെ പോയി മനസ്സുരുക്കി നിങ്ങളും ഭർത്താവും കൂടി പ്രാർത്ഥിക്കുക. എന്റെ കെട്ടിയോനാ. ആര്? ഇത് നിങ്ങളെ കെട്ടിയോനോ? ഓടരുത് അളിയന്റെ ഓട്ട എവിടെ? അളിയന്റെ ഓട്ട എംസാൻഡ് ഇട്ടങ്ങ് അടച്ചു ഞാൻ. അതല്ല, മറ്റേ ഈ ഓട്ടോറിക്ഷ എവിടെ? ഈ ഓട്ടയല്ലടാ, നിനക്ക് ഞാൻ വിമാനം ഉണ്ടാക്കി തരാം. എന്റെ പെങ്ങള് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. നീ ഏതോ പെണ്ണിനെ വീഡിയോ കോൾ, ആ പെണ്ണിനെ നീ കെട്ടിക്കൊണ്ട് വന്നല്ലേടാ, അതായിരിക്കുന്നുണ്ടാ. എവിടെ? താണ്ടെ പറഞ്ഞു ഭർത്താവാണെന്ന് പറഞ്ഞു. നീ ഇവിടെ ആരും കാണാനില്ലല്ലേ? ദേ ഇരിക്കണ കൊച്ചു. അളിയാ, എന്ത് പറ്റി അളിയാ? എടാ ആ പെണ്ണ് പറഞ്ഞെന്ന്. എവിടെ ഇരിക്കണെന്ന് പറ. താണ്ടെ ഈ സൈഡിൽ ഇരിക്കുന്നുണ്ടോ? സൈഡില് താണ്ട, ഈ സൈഡില് താണ്ട, ഞാൻ കയറിയിരുന്നല്ലോ. അവിടെ ഇരിപ്പുണ്ടെന്ന്. എന്തിനാ നിനക്ക്? ഞാൻ കണ്ടല്ലേ ആ പെണ്ണ പറയാ. അളിയ കണ്ടാ? ഞാൻ നേരത്തെ വന്നപ്പോഴത്തേക്ക് ഒരു അമ്മൂമ്മയാണ് കണ്ടത്. അളിയ ട്രെയിൻ ഇടിച്ച് മരിച്ച ആരുടെ ആത്മാവാണ്? എനിക്ക് കാണാൻ പറ്റൂല, ചില നാളുകൾക്ക് കാണാൻ പറ്റൂല. അളിയ എനിക്ക് കാണുന്നുണ്ടോ? ഇനി കാണാൻ പറ്റില്ല. തലയില്ല. നീട്ടണ ഒഴിഞ്ഞു പോവാൻ പറ, പോവും. യക്ഷി ഇവിടുന്ന് പോ. ഇങ്ങിരുന്ന് എങ്കയാച്ച് പോ. ആവോന്ന് വിളിച്ചാ ഇങ്ങോട്ട് വരുമെന്ന്. എന്നാ പോവോ അങ്ങോട്ടെങ്കിലും ഇറങ്ങി. അങ്ങനെ യക്ഷി പോടി, രക്തം കുടിക്കാതെ. എന്റെ ഫോണ് പോയി. ആരാടാ യക്ഷി? ഞാൻ യക്ഷി ഒന്നുമല്ലെന്ന് പോയുടെ ഇറക്കാവുന്നു. ഇത് മലയാളി യക്ഷിയാണ്, എനിക്ക് മനസ്സിലായി. എടി യക്ഷി, ആരാടാ നിന്നോട് യക്ഷി എന്ന് പറയുന്നത്? അളിയൻ പറഞ്ഞേ. ഈടെ നിന്റെ കെട്ടിയോ നിന്നെ പറ്റിക്കാൻ വേണ്ടി പറയണ്ട പൊട്ടാ. പറ്റിക്കാൻ വേണ്ടി പറഞ്ഞത് ഇത് യക്ഷിയൊന്നും അല്ലെന്ന്. അളിയന്റെ പെങ്ങളെ ട്രെയിനിൽ വെച്ച് മിസ്സായി. അളിയാ മിസ്സായതല്ല, ഇവൻ മനഃപൂർവ്വം മിസ്സാക്കിയതായിരിക്കും. എന്റെ പെങ്ങളെ എവിടാ കടന്ന്, എവിടെ പോയടാ പെണ്ണ്? ഞാൻ കണ്ട് ഞാൻ കഴിയാൻ ഇങ്ങനെ നണ്ടെടുത്തിട്ട് ട്രെയിനിൽ പുറത്തോട്ട് എറിഞ്ഞു. എന്റെ പെങ്ങളെ അവൻ തള്ളിയിട്ട് ഇല്ല, ഞാൻ ചോറ് എന്റെ വേസ്റ്റ് എടുത്ത് വാതിലിൽ കൂടെ കളഞ്ഞത് അമ്മയാണ്. പെങ്ങളെ എവിടാ? അയ്യോ, ട്രെയിനിൽ പോയല്ലേ ചേച്ചി. പെങ്ങളെ സുധർമ്മേ. അളിയാ, അളിയന്റെ പേര് മാറ്റി PT ഉഷ ഒന്നുമില്ല ആക്കിയാ. ഇന്ത്യൻ റെയിൽവേ ഓടി തോപ്പിക്കാൻ നോക്കണ്, നടക്കൂല. നീയൊക്കെ നാളെ സൂര്യോദയം കാണത്തില്ല, നിങ്ങൾ രണ്ടുപേരും. ഇത് ഗുണ്ടകളുടെ ഏരിയ. എനിക്ക് നല്ല വിശക്കനുണ്ട്. ഈ ഏരിയയിൽ ഉണ്ട് കിട്ടെങ്കിൽ എനിക്കും കൂടി മേടിച്ചാ. എല്ലാം കണക്ക് ദൈവമേ. നോക്കിക്ക, ആണ്ടിപ്പട്ടി മുരിയാണ്ടി വാട രണ്ടിടത്ത് നമ്മൾ വെട്ടി തീർക്കോടാ ഇന്ന്. അളിയ, ഈ സംഭവിച്ച കഥ ഞാൻ ഒന്ന് പറഞ്ഞു തരട്ട്. നീ പറ. അളിയന്റെ പെങ്ങള് ഞാനും കൂടെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നടന്നു വരികയായിരുന്നു. ഈ എന്തിനാടാ വീണ്ടും വീണ്ടും അവിടെ കൈയൊക്കെ അറിയാതെ പിടിച്ചു പോയത്? നമ്മൾ ട്രെയിനകത്ത് കയറിയിരുന്നു. സ്ലീപ്പറിൽ കയറി ഞാനും അവളും കൂടെ ഇങ്ങനെ കയ്യും കൊരുത്തി ഇങ്ങനെ ഇരുന്ന്. മനസ്സിലായ? അങ്ങനെയാണ് ഈ സാധനത്തിനെ കൈ പിടിച്ച് ഇവിടെ ഇറക്കി. എങ്ങനെ ധൈര്യം വന്നതാ ഇത് എന്റെ അടുത്ത് പറയാൻ? മനസ്സിലായല്ല? അത് മനസ്സിലായി. നീ എന്റെ പെങ്ങളെയും കൊണ്ട് എറണാകുളത്ത് കയ്യും പിടിച്ചോണ്ട് കേറി. സുന്ദരിയാ എവളെ കണ്ടപ്പോ കയ്യും പിടിച്ചോണ്ട് ഇറങ്ങി. അപ്പൊ ഇടയ്ക്ക് പറഞ്ഞൊന്നും കേട്ടില്ല? ഇടയ്ക്ക് പറഞ്ഞു ഞാൻ കേട്ടില്ല. അയ്യോ, അമൃത കൊണ്ടുപോയി. നിനക്ക് എത്ര പെണ്ണുങ്ങൾ വേണോടാ? എവള് എന്റെ പെങ്ങള് താണിപ്പോ അമൃത. എന്തിനാളിയാ ബുദ്ധിയില്ല സംസാരിക്കണത്? അമൃത എക്സ്പ്രസ് കൊണ്ടുപോയളിയാ എന്റെ ബാക്കിയുള്ള സൗണ്ട്. ഈ ആണ്ടിപ്പട്ടി മുരിയാണ്ടി വരണടാ, രണ്ടെണ്ണത്തിന് നമുക്ക് വെട്ടി തീർക്കടാ. എന്റെ പെങ്ങളെ നിറച്ചത്. അളിയാ, ഒരു 1.25 മിനിറ്റും കൂടെ തരൂ. നിനക്ക് 3.25 മിനിറ്റ് ആദ്യം തന്നില്ലടാ. പോയല്ല, സൗണ്ട് കൊണ്ടുപോയല്ല. ഞാൻ ഈ കഥ വ്യക്തമാക്കി തരാം. അളിയന്റെ പെങ്ങളെ ഞാനും കൂടെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വന്ന്, എന്നിട്ട് ഞങ്ങളെ ബർത്തിൽ കയറി ഞങ്ങൾ ഇങ്ങനെ കൈയും കൊരുത്ത് അങ്ങനെ ഇരുന്ന്. മനസ്സിലായി? മനസ്സിലായില്ല? അത് മതി അളിയാ. നീ എറണാകുളത്ത് എന്റെ പെങ്ങളെ കയ്യും പിടിച്ചോണ്ട് കേറി. അളിയാ, എന്നിട്ട് എവിടെ കയ്യും പിടിച്ചോണ്ട് ഇറങ്ങി? ഇടയ്ക്ക് പറഞ്ഞൊന്നും കേട്ടില്ലേ? ഞാൻ ഇടയ്ക്ക് പറഞ്ഞൊന്നും കേട്ടില്ല. അവള് കൊണ്ടുപോയി. നിനക്ക് എത്ര പേരടാ? എവള് എന്റെ പെങ്ങള് അമൃത. ഇപ്പൊ വേറെ ഇപ്പൊ നീ പറഞ്ഞേ അനൗൺസ് ചെയ്തവള് കൊണ്ടുപോയി. അന്ന് 5 സെക്കൻഡ് ആയില്ല, അതിനുമ്പ് അവളെ നീ വളച്ചട കോഴി. കേരളത്തിൽ ആർക്കും അവളെ അറിഞ്ഞൂടാ, സൗണ്ട് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ. എന്തോന്നളിയാ ഈ പറഞ്ഞോളൂ? എനിക്കിതൊന്നും കേൾക്കണ്ട. ആണ്ടിപ്പെട്ടി മുനിയാണ്ടി വരണടാ ഇങ്ങോട്ട്. അയ്യോ,
ഇവിടെ ആരും കാണാനില്ലല്ലോ. ഒരു പവറിനെ വിളിക്കണ ആരും ഇല്ലടാ തന്നെ? പറയണയാണ്. അതാണ് പറഞ്ഞത്. ഞാനേ അത് എന്റെ പെങ്ങളെ ഒന്ന് വിളിച്ച് ഇപ്പൊ കയ്യിൽ തരും, സംസാരിച്ചോളാം അളിയെ. അപ്പോഴളിയെ സീരിയസ് ആയിട്ട് കാര്യം മനസ്സിലാവും. നീ ബാക്ക് ചെയ്തോ പോവാൻ. നീ കാരണം എന്റെ ഒരു നിമിഷം വിട്ടുപിരിയാതെ ചെക്കനാണ്. നീ പോയേക്കാൻ പോക്കണ്ട. അളിയനെ വളച്ചു നീ എന്ത് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്നലെ കെട്ടിയടാ, ഇന്നലെ കെട്ടി കണ്ട. നീ അടുത്ത് നിൽക്കണോണ്ട് മാറി ഇന്ന് വിളിക്കണേ കണ്ട. പൊന്നേ എന്താടാ ചക്കരെ മുത്ത് ചേട്ടൻ എപ്പോഴും തരണത് താ. എനിക്ക് തികഞ്ഞില്ല, ഒന്നും കൂടെ താ. നിനക്ക് തികച്ചു തരാൻ തികയില്ല, താ. തികയില്ല. ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ എന്റെ ഭാര്യ വിളിക്കണേ ഇയാൾക്ക് എന്തോന്നടേ? എന്റെ പെങ്ങടെ ഫോൺ എങ്ങനെയാ ഇവിടെ കയ്യിൽ വന്നത്? പെങ്ങളപ്പോ ഇതെന്താ സുധർമ്മയുടെ ഫോൺ ഇതെങ്ങനെ വന്നത്? ചേട്ടനല്ലേ എനിക്ക് തന്നത് എപ്പോഴും ഞാൻ വിളിക്കും പറഞ്ഞിട്ട്. ഇനി നിൽക്കണ്ട, രണ്ടിനെ കൊല്ലം എവിടെന്നേലും ഒരു എസ്കത്തി എനിക്ക് കൊണ്ട് രണ്ടിനെ കുത്തി മലത്ത്. എന്റെ പൊന്നളിയാ ഒന്ന് വിശ്വസിക്കലിയാ, പ്ലീസ് അളിയാ ഒന്ന് വിശ്വസിക്കും. ഞാൻ ഇവിടെ ഒരു ബന്ധമല്ല, വിശ്വസിക്കലിയാ. എന്തായാലും പാവല്ലേ ഒന്ന് വിശ്വസിക്കലിയാ. ജീവിതം പ്ലീസ് അളിയാ, പ്ലീസ് വിശ്വസിച്ചളിയാ. ഇവന്റെ ചുണ്ടാദ്യം കത്രയ്ക്ക് വെട്ടിക്കളാം. കണ്ണ് തെറ്റിയാ ഉമ്മയാ. ഇതിനകത്ത് കയറിയ ഞാൻ പിടിച്ചിങ്ങനെ കേറ്റിക്കൊണ്ടങ്ങ് നിർത്തി. എപ്പോഴും എടാ പോടാ അവിടുന്ന് മാറ്റി. സ്റ്റേഷൻ മാസ്റ്ററെ കണ്ടിട്ട് വരെ. സ്റ്റേഷൻ മാസ്റ്റർ വാ. ഞങ്ങൾ ഇന്നലെ കെട്ടിയായിരുന്നു. ഇന്നലെ കെട്ടിയാ നിങ്ങൾ? കെട്ടി. കെട്ടിയളിയാ കെട്ടി പറഞ്ഞേ. ഇന്നലെ നീ എവിടെ കെട്ടിന്ന് പറഞ്ഞു? അതല്ല, നാക്ക് പിടിച്ച് കിട്ടി സുധർമ്മ കിട്ടി. അപ്പുറത്തെ സ്റ്റേഷനിൽ ഇറങ്ങി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മൾ രണ്ടും കൂടെ പോയി ഒരു ടാക്സി വിളിച്ച് ചേച്ചിയും വിളിച്ചോണ്ടെങ്കിൽ വരാം. നിന്റെ പെങ്ങള് വരട്ടെ. വന്നിട്ട് ഇത് രണ്ട് പാത്രവും ഞാൻ എന്നളിയാ വിളിക്കാൻ പോവാം. വരാം. എന്ത് വരണില്ലേ? വിടുന്നില്ലളിയാ. ഈ ചേട്ടൻ എന്നൊക്കെ ചിരിച്ചായിരുന്നു. എനിക്ക് നീ ചേട്ടനെ മതി. നീ എപ്പോഴെങ്കിലും നോക്കി ചിരിച്ചാ? വന്നപ്പോ ഒരു ഒറ്റപ്പാലം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോമഡി ആണ്. ഒരുപാട് ചിരിച്ചു. ഞാൻ ഒരു പ്രാവശ്യം ചിരിച്ചാലാണ് ഈ കിടന്ന് ഓടുന്നത്. അയ്യോ അളിയാ, എനിക്ക് രാവിലെ പെണ്ണ് കാണാൻ പോണോളിയാ. ഇനി എന്തിനളിയാ പെണ്ണ് കാണാൻ പോണതും പുതിയ പെണ്ണൊക്കെ കിട്ടണത്? കിളി പോലൊരു പെണ്ണ് നീക്കിയല്ലേ? കിളി പോലെയോ? അല്ല, കിളി പോയൊരു പെണ്ണ് നീക്കിയല്ലേ? കെട്ടിയെടുത്തോണ്ട് പോയെന്ന് പറ, നിസ്സാരമായിട്ട് കിളിന്ന് പറയാതെ. അളിയാ എന്നെ എങ്ങനെങ്കിലും രക്ഷപ്പെടുത്തണോളിയാ. ഇനിയിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ. പ്ലാറ്റ്ഫോമല്ലേ, നേരം വെളുത്ത ആളുകൾ വരും. ആരെങ്കിലും ഒരുത്തൻ ഇവളെ നോക്കി ചിരിക്കും. അവന്റെ കൂടെ അങ്ങ് പോകും. നമ്മൾ രക്ഷപ്പെട്ടളിയാ. എവിടെ എവിടെ പോണ്? ഈ മോഹൻലാലിനെ പോലത്തെ ചേട്ടൻ എന്നെ നോക്കി ചിരി. നീ നോക്കിക്കോ, അങ്ങ് പാലക്കാട് പൊങ്ങി രണ്ടെണ്ണം കൂടി. എന്തിന്റെ ആവശ്യമായിരുന്നു? ചേട്ടാ ആവശ്യം ഉണ്ടായിരുന്ന നമുക്ക് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാം. തീരുമാനമായി. അടുത്ത പാലക്കാട് ട്രെയിൻ വരുന്നുണ്ട്, അതിൽ കയറി നമുക്ക് തള്ളിക്കോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.